ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാരെയും അശ്വിൻ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ Paytm എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് Paytm ഉപയോഗിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ പറ്റി വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മിക്ക മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും ബാങ്കിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. ചിലതല്ല ഒട്ടുമിക്ക എല്ലാം Paytmലോട്ടാണ് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ കഴിവതും കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ Paytm തന്നെ ഇല്ല. അപ്പോൾ Paytmലോട്ട് നമുക്ക് ഈ മണി വിഡ്രോ ചെയ്ത ശേഷം നമുക്കത് വീണ്ടും നമ്മുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ Paytm എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, അപ്പോൾ നമുക്കും ചെറിയൊരു മണി ഏൺ ചെയ്യാൻ സാധിക്കും അതിന് വഴി. അപ്പോൾ നമുക്കൊരു ചാനലിൽ ചെറിയൊരു സപ്പോർട്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ Paytm എന്ന് പറയുക. ഇതുകൊണ്ട് വളരെയധികം ഒത്തിരി ഉപയോഗമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി എന്തെങ്കിലും സാധനം മേടിക്കുവാണെങ്കിൽ അതിനായിട്ടുള്ള ക്യാഷ് ബാക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ റീചാർജ്, ബസ്, ഹോട്ടൽ, ഇതുപോലെ എന്ത് സംഭവങ്ങളായാലും ഇതിലും വഴി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് വളരെയധികം ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ ചാനലിൻ്റെ പേര് വീഡിയോയുടെ പേര് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ പേര് ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കാണുമ്പോൾ. ഓക്കെ, ജസ്റ്റ് പോസ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ പേര് ഇതായിരിക്കും. ആ പേര് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുന്ന ഒരു ബോക്സ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലും വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് Paytm ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ നമ്പർ അടിച്ചെടുക്കുക. കാരണം നിങ്ങൾ മൊബൈൽ നമ്പർ അടിക്കുന്ന ആ മൊബൈൽ നമ്പറാണ് ഈ Paytm അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പൈസ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ UPI മണി ട്രാൻസ്ഫർ ഉണ്ട്. അതായത് നമുക്ക് ബാങ്കിലോട്ട് അതുപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് UPI എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഓഫറുകളുണ്ട്. നിങ്ങൾ സിനിമ, മൂവി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അങ്ങനെ കാണുന്നവരാണെങ്കിൽ ഇതിലും വഴി മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില ഫോണുകളൊക്കെ വില കൂടുതലും ചില ഫോണുകൾക്ക് വിലക്കുറവുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ Paytmൻ്റെ മാൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനുശേഷം നിങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടോ, അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ ഇവർ കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലോട്ട് പേ UPI, പാസ്ബുക്ക്, ആഡ് മണി, ഇങ്ങനെ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യേണ്ട. നമ്മൾ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള മണിയൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം മുകളിലായിട്ട് ഈ കാണുന്ന ഭാഗം സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ മൂന്നാമത്തെ ലെവലിലോട്ട് വരിക. അപ്പം നിയർ ബൈ KYC പോയിന്റ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള KYC പോയിന്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ വിളിക്കുക, അവിടെ ഉണ്ടെന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് അവിടെ ചെന്ന് ജസ്റ്റ് ആധാർ കാർഡുമായിട്ട് ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ പറയുന്നുണ്ട്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവർ പറയുന്നുണ്ട്, പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതെല്ലാം ശരിയാവും. നിങ്ങളുടെ ഉള്ള ഏതാണോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID യോ പാസ്പോർട്ടോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണോ നിങ്ങളിവിടെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് Paytmൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള KYC സെൻറ്റർ നിങ്ങൾ പോവുക. അതിന് ലൊക്കേഷനായിട്ട് ഏറ്റവും മുകളിൽ നിയർ ബൈ KYC പോയിന്റ് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനൊരു സൈഡിലോട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ഇടത്തുനിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മൈ പാസ്ബുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും എൻ്റെ വാലറ്റിലൊരു മണി 124 രൂപ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ വഴി ഏൺ ചെയ്ത് പൈസയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹലോ എന്നൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തതിന് മാക്സിമം ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് 300 രൂപ ലഭിക്കുന്നത്. ഒരാൾ ഒരു ദിവസം കൊണ്ടല്ല, അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് 14 ദിവസം ഉപയോഗിക്കുകയും വേണം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വ്യക്തി ഒരു ഏറ്റവും കുറഞ്ഞ 5 മിനിറ്റെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരുടെ അടുത്ത്
കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലെ മണിയൊക്കെ നിങ്ങളോട് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ UPI മണി ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നോക്കി നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ കൊടുത്ത് ബാങ്കിൽ നിന്നല്ലാതെ നിങ്ങളുടെ Paytm വാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് മണി സെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത് ഫസ്റ്റായിട്ട് നിങ്ങളുടെ KYC എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ KYC കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഓപ്ഷനുകളുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒത്തിരി ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു ബെല്ലൈക്കൻ കാണാം. ആ ബെല്ലൈക്കൻ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരും. അതായത് നമുക്ക് ഓരോ PUBG കളിക്കുന്നവരൊക്കെയാണെങ്കിൽ ഇവർ ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ഒരു കൂപ്പൺ കോഡ് ഇവിടെ നിന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒത്തിരി ഓഫറുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. ഓരോ ന്യൂസുകളും ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകുന്നൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ Paytm എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റുകളും റിപ്ലൈ തരുന്നതായിരിക്കും. ചില കമൻറ്റുകൾ സ്പാം കമൻറ്റായി പോകുന്നവരാണ് കാണാൻ കഴിയാത്തത്. അപ്പോൾ അതിനെല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.